ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാസ്ട്രോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇതേപോലത്തെ ഒരു ലോഗോ നമ്മുടെ മൊബൈലിൽ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വേറെ ഒന്നുമല്ല. നമ്മൾ കുറച്ച് ആളായിട്ട് വീഡിയോസ് ഭയങ്കര ലാഗിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ +1 ആൻഡ് +2 ഇപ്പോൾ ഒരുമിച്ച് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്തായാലും മേ ബി നെക്സ്റ്റ് വീക്ക് തൊട്ട് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ലോഗോ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് വേറെ ഒന്നുമല്ല, രണ്ട് ആപ്പുകളാണ്, ട്യൂൺ ആപ്പ് ആൻഡ് പിക്സാർട്ട്. പിന്നെ ഒരു മൊബൈലും കൂടെ വേണം. ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ അല്ല ഇതിനെ കാട്ടി വേണമെങ്കിൽ നല്ലൊരു ലോഗോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു ലോഗോ കാണിച്ചിരുന്നു ഗൈസ്. നോക്കൂ, ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ലോഗോ. അത്യാവശ്യം ഏകദേശം സിമിലാരിറ്റി ഉള്ളല്ലോ. നമ്മൾ ഒരാളെ കോപ്പി അടിച്ചെടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ മാറ്റങ്ങൾ കളറൊക്കെ മാറ്റിയിട്ട് ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ PNG ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം തുടക്കത്തിൽ പോയി കണ്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ പോയി നിങ്ങൾ ഡൗൺലോഡൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം വേറെ ഒന്നുമില്ല, വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൊത്തത്തിൽ കൊളായിട്ട് പോയിട്ട് പിന്നെ എന്നെ വന്ന് കുറ്റം പറയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ജോലി എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്യൂൺ ആപ്പിലാണ്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ട്യൂൺ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ നമ്മൾ ട്യൂൺ ആപ്പിനെ പറ്റി 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിലും ഐ കാർഡിലും ഒക്കെ കൊടുത്തേക്കാം, പോയി കാണാവുന്നതാണ്. ട്യൂൺ ആപ്പ് എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലോ ഗാലറിയിലുള്ള പിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പിക്കൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്കത് അവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ക്രോപ്പ് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വെച്ചൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഡൗൺലോഡും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കാർട്ടൂൺ ഇമേജാണ് വേണ്ടത്. അതിനുശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. അപ്പം നമ്മുടെ പിക്സാർട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. പിക്സാർട്ട് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് ചെയ്യ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാൻ താഴെ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള PNG ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിവിടെ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് PNG സെലക്ട് ചെയ്യാവുന്നതാണ്. നെറ്റ് ഓൺ ആക്കേണ്ടതാണ് തോന്നുന്നു, കുറേ ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ PNG സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മൾ നേരത്തെ എടുത്ത ആ സ്ക്രീൻഷോട്ട് ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം താഴെ നമുക്ക് ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ഫേസ് നമുക്ക് മാത്രം വരുന്ന പോലെ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് ഒത്തിരി കൂടി സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ പേഴ്സൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അവിടെ ഇറേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് ഒഴിച്ച് ബാക്കിയുള്ള അനാവശ്യമായിട്ട് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. ഇവിടെയൊക്കെ കുറേ ആവശ്യമില്ലാത്ത മുടീൻ്റെ സൈഡിലൊക്കെ കുറേ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ റെഡ് ഭാഗത്ത് വരുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ കാണാൻ പറ്റൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ അറിയാതെ ചെവി മൊത്തത്തിൽ ഇറേസ് ആയിക്കളാം, ഞാൻ ജസ്റ്റ് ഒന്ന് റീസ്റ്റോർ ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ കറക്റ്റ് ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ചെവീൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് കറക്റ്റായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇറേസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മേലത്തെ ആ ഓപ്ഷനിലേക്ക് അവിടെ നിന്ന് ഇറേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ മുടീൻ്റെ അപ്പോൾ ഞാൻ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നില്ല, കാര്യം വരുന്നില്ല. നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോൾ നല്ല സമയം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഹെഡിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ അത്യാവശ്യം വലിയ ഹെഡായി തോന്നുന്നു. കറക്റ്റ് ഓക്കെ. അപ്പോൾ എനിക്കൊന്ന് കറക്റ്റ് ഹെഡായിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് അതിൻ്റെ കളറും കോൺട്രാക്സ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മുടി നല്ല ബ്ലാക്ക് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് അത്രയ്ക്ക് ഇറേസ് ചെയ്ത് ശരിയായില്ല. അപ്പോൾ അത് ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മളെ വീഡിയോ അധികം താമസിപ്പിക്കാതെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അതങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഏകദേശം അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് മേളത്തെ ടിക്ക് ഒന്ന് കൊടുക്കുക. അടുത്തതായി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മാസ്ക്, അപ്പോൾ ഞാൻ 2 മാസ്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസ്ക് നിങ്ങളിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാസ്ക് നിങ്ങൾ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ മാസ്കിൻ്റെ ചില ഭാഗങ്ങൾ ഇതാ എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഒന്ന് ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാസ്കിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ശരിയായില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അതും ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐസാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഇത്തിരി കൂടി ഒന്ന് താഴെ നിന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ വൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തേക്ക് നോക്കുക. അപ്പോൾ വൈറ്റ് അല്ലായിരുന്നു, ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ബ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ടെക്സ്റ്റ് ബ്രഷ് അല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഫസ്റ്റ് ബ്രഷ് തന്നെയാണോ ഒന്ന് നോക്കുക. കാരണം വേറെ വല്ല ബ്രഷാണെങ്കിൽ ലാസ്റ്റ് കുളമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ കണ്ണിൻ്റെ അകത്ത് മാത്രം വെള്ള ഇതടിക്കുക. ഞാൻ ഇത്തിരി ബ്രഷിൻ്റെ ഇത്തിരി കൂട്ടുവാണ്, അല്ലെങ്കിൽ സമയം കുറേ എടുക്കും. ഓക്കെ 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 അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇറേസർ എടുക്കുക. ഇറേസർ എടുത്തിട്ട് കറക്റ്റ് നിങ്ങളെ കണ്ണിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റാക്കുക. മെസ്സേജ് സ്കൂളിലത്തെ നോട്ട്സിൻ്റെയാണ് മൂന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങളടുത്ത് കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളല്ലോ, ഫുൾ ടൈം ക്ലാസ്സും കാര്യങ്ങളാണ്. എന്തെങ്കിലും ഇപ്പോൾ ക്ലാസ്സൊന്നുമില്ല, കോള് വരുന്നുണ്ട്. ഞാൻ നോട്ട് ഡിസ്റ്റർബ് ഓണാക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഈ 2 കണ്ണുകൊണ്ട് വൈറ്റ് അടിച്ചിട്ട് നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കണ്ണ് 2 നമ്മൾ വൈറ്റ് അടിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായുള്ള ചെറിയ ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത്തിരി ടൈം എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഈ ബ്ലൂ കളറൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ബ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പോയിട്ട് ഈ 7ാമത് എടുക്കുന്ന ഈ ബ്രഷ് ഒന്ന് സെലക്ട് ചെയ്യുക. ബ്രഷ് സെലക്ട് ചെയ്തിട്ട് അത്യാവശ്യം ഒരു 55 ഒക്കെ ഉള്ളൊരു സൈസ് നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. ഞാൻ ഇപ്പോൾ വരയ്ക്കുന്ന പോലത്തെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. ഇപ്പോൾ നമുക്കൊരു കിടിലൻ ഗ്ലോയിങ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ കണ്ടത് നമ്മുടെ കണ്ണിൽ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കണ്ണിൽ കൊടുക്കാം. റെഡ് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇമേജ് ലോഗോ കറക്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ സംബന്ധമായ എന്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ കിടിലം വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.